السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله تعالى أما بعد. ഏറ്റവും പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, പരിശുദ്ധമായ ഈ മാസത്തിൻ്റെ പവിത്രത കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദോഷങ്ങളൊക്കെ അല്ലാഹു പുറത്തു തരുമാറാവട്ടെ, രോഗങ്ങളെല്ലാം അല്ലാഹു ശിഫയാക്കുമാറാവട്ടെ. നമുക്കറിയാം, പരിശുദ്ധ റമദാനിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ച ദിനത്തിലാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നാം ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സുഖലോലുപ സ്വർഗത്തിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, റഹ്മത്തിന്റെ 10 ആദ്യത്തെ 10 ദിനങ്ങൾ നമ്മിൽ നിന്ന് വിട പറയാനിരിക്കുകയാണ്. നാളത്തെ പകലിന്റെ സൂര്യൻ അസ്തമിക്കലോടുകൂടി മഗ്ഫിറത്തിന്റെ 10 പാപമോചനത്തിന്റെ 10 രണ്ടാമത്തെ 10ലേക്ക് നാം പ്രവേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾക്ക് പുറത്തു കൊടുക്കുന്ന ദിനരാത്രങ്ങളാണ് നമുക്ക് മുന്നിൽ വരാനിരിക്കുന്നത്. നമുക്കറിയാം, യജമാനനായ അല്ലാഹുവിന്റെ അടിമകളായ മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ദുർബലരാണ്, ബലഹീനരാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, വഖുലിഖൽ ഇൻസാനു ളഈഫ, മനുഷ്യരെ ദുർബലരായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായ പാപങ്ങൾ ചെയ്തു പോവാൻ ഇടവരുന്നുണ്ട്. എന്നാൽ പാപത്തിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ടുള്ള ജീവിതം സൃഷ്ടിപരമായി തന്നെ മനുഷ്യന് ശ്രമകരമായ കാര്യവും കൂടിയാണ്. മനുഷ്യർ ദുർബലരാണെങ്കിൽ പോലും തെറ്റുകളെ മനസ്സിലാക്കി അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ മനുഷ്യന് സാധിക്കുന്നതാണ്. മനുഷ്യരുടെ മജ്ജയിലും മാംസത്തിലും രക്തത്തിലുമെല്ലാം തെറ്റിനോടുള്ള ആഭിമുഖ്യം വളരെ കൂടുതലാണ് എന്നുള്ളത് ചരിത്ര സത്യമാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് യൂസുഫിൽ കാണാം, ലിഅന്ന അൻ-നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂ, നിശ്ചയം ശരീരം തെറ്റുകളെ കൊണ്ട് കൽപ്പിക്കുക തന്നെ ചെയ്യും. നിരന്തരമായി നമ്മുടെ ശരീരം തെറ്റുകളിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും. മനുഷ്യൻ അവരുടെ ശരീരച്ചയ്ക്ക് വഴിപ്പെട്ടുകൊണ്ട് പല പല തെറ്റുകൾ ചെയ്തു പോവാറുണ്ട്. എന്നാൽ അതിന് പരിഹാരമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്ത് കൊണ്ട് തൗബയെ സംവിധാനിച്ചിട്ടുള്ളത്. തെറ്റ് ചെയ്തു പോയോ നിങ്ങൾ, ഉടനടി നിങ്ങൾ തൗബ ചെയ്യുക. വസാരിഉ ഇലാ മഗ്ഫിറതി മിൻ റബ്ബികും, നിങ്ങൾ അല്ലാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക്, പുറത്തു കൊടുക്കുന്നതിലേക്ക് നിങ്ങൾ വേഗം വരിക എന്ന് വിശുദ്ധ ഖുർആൻ വിളംബരം ചെയ്യുകയാണ്. അപ്പൊ തെറ്റ് ചെയ്തതിന്റെ പേരിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിനോട് തൗബ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു അവന്റെ തെറ്റുകളെല്ലാം പുറത്തു കൊടുക്കുമെന്ന് വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിലുമെല്ലാം നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വിശുദ്ധ ഖുർആൻ പറയുന്നു, തൂബൂ ഇലല്ലാഹി ജമീഅ അയ്യുഹൽ മുഅ്മിനൂന ലഅല്ലകും തുഫ്ലിഹൂൻ, ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുക. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളാവാൻ വേണ്ടി. അപ്പൊ തൗബ ചെയ്യുന്നവർക്കാണ് വിജയം കൈവരിക്കാൻ സാധിക്കുക. നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആൻ വിളിക്കുകയാണ് തൗബയിലേക്ക്. ആ തൗബ, അതിന്റെ ലക്ഷ്യം തന്നെ വിജയമാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, നാമൊക്കെ തെറ്റുകൾ ചെയ്യുന്നവരാണ്. കുല്ലു ബനി ആദമ ഖത്താഊൻ വഖൈറുൽ ഖത്താഈന തവ്വാബൂൻ, ആദം സന്തതികൾ മനുഷ്യർ തെറ്റുകൾ ചെയ്യുന്നവരാണ്. എന്നാൽ ആ തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും ശ്രേഷ്ഠർ, ഉത്തമർ
വഖൈറുൽ ഖത്താഈന തവ്വാബൂൻ. ആ തെറ്റിന്റെ പേരിൽ പശ്ചാത്തപിക്കുന്നവരാണ്, തൗബ ചെയ്യുന്നവരാണ് എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. തെറ്റ് ചെയ്തതിന്റെ പേരിൽ അതിനെ ഓർത്ത് ദുഃഖിക്കാതെ നടക്കുന്നവർ, തൗബ ചെയ്യാതെ നടക്കുന്നവർ അഹങ്കാരികളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അവൻ തെറ്റ് ചെയ്യുന്നു, അവനക്കൊരു പേടിയുമില്ല, ബേജാറുമില്ല, അവൻ സാധാരണ പോലെ ജീവിക്കുകയാണ്. തെറ്റിനെ കുറിച്ച് ഓർത്തിട്ട് അവനക്കൊരു ഭയവുമില്ല. അവൻ അഹങ്കാരികളാണ് എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. അഹങ്കാരികൾ ഒരിക്കലും തന്നെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, തെറ്റ് ചെയ്തതിന്റെ പേരിൽ നാം ചിന്തിക്കുകയാണ്, അല്ലാഹു എന്നെ ഉപേക്ഷിക്കുമോ, അല്ലാഹു എന്നെ കൈയൊഴിക്കുമോ, അല്ലാഹു എന്റെ കാര്യങ്ങളെല്ലാം അല്ലാഹു ചെയ്യാതിരിക്കുമോ എന്നോർത്ത് നാം വിഷമിക്കേണ്ടതില്ല. അല്ലാഹു റഹ്മാനാണ്, അങ്ങേയറ്റം പുറത്തു കൊടുക്കുന്നവനും അങ്ങേയറ്റം കാരുണ്യം ചെയ്യുന്നവനുമാണ്. വിശുദ്ധ ഖുർആനിൽ കാണാം, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്. ഓ നബിയെ, തങ്ങൾ പറഞ്ഞു കൊടുക്കുക. അല്ലാഹുവിന്റെ ഹബീബിനോട് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഉണർത്തുകയാണ്, നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കുക, സ്വന്തം ശരീരത്തോട് അമിതം പ്രവർത്തിച്ച എന്റെ അടിമകളെ, തെറ്റുകൾ ധാരാളമായി ചെയ്തു പോയ എന്റെ അടിമകളെ. അവിടെയും അല്ലാഹു അഭിസംബോധനം ചെയ്യുന്നത് എന്റെ അടിമകളെ എന്നാണ്. എന്തൊരു കാരുണ്യമാണ്, എന്തൊരു കരുതലാണ് സൃഷ്ടികളോട് സൃഷ്ടാവിനുള്ളത്. അമിതമായി തെറ്റ് ചെയ്തവരെ വിളിക്കുന്നത് പോലും എന്റെ അടിമകളെ എന്നാണ്. നോക്കൂ മുഅ്മിനീങ്ങളെ, എന്റെ അടിമകളെ, ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ റഹ്മത്തിൽ ആശങ്കപ്പെടരുത്, നിങ്ങൾ ആശങ്കപ്പെടരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അല്ലാഹു മുഴുവൻ ദോഷങ്ങളും പൊറുക്കുന്നവനാണ്. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, എത്ര സ്ഥലങ്ങളിലാണ് വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയുന്നത്. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അല്ലാഹു അങ്ങേയറ്റം പുറത്തു കൊടുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തെറ്റ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ്, ഇനി എനിക്ക് നന്നാകുമോ എന്നറിയില്ല, ഞാൻ രക്ഷപ്പെടുമോ എന്നറിയില്ല എന്ന് പറഞ്ഞിരിക്കലല്ല വേണ്ടത്. ഉടനടി ഉടനടി നിങ്ങൾ തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദിവസവും അവിടുന്ന് 70-ൽ പരം പ്രാവശ്യം പശ്ചാത്തപിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 70 പ്രാവശ്യം ഇസ്തിഗ്ഫാർ നടത്തിയത്, പാപമോചനം നടത്തിയത്. അവിടുന്ന് തെറ്റ് ചെയ്തതുകൊണ്ടാണോ? ഒരിക്കലുമല്ല. തെറ്റ് ചെയ്യുക പോലും പോയിട്ട് അവിടുന്ന് തെറ്റിനെ കുറിച്ച് ചിന്തിക്കാത്ത പ്രവാചകനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പിന്നെന്തിനാണ് അവിടുന്ന് ദിനം 70-ൽ പരം പ്രാവശ്യം ഇസ്തിഗ്ഫാർ നടത്തിയത്? അത് അവിടുത്തെ അനുയായികളായ അവിടുത്തെ ഉമ്മത്തുകളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതായിരുന്നു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖ്യമായ ഉദ്ദേശം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാമൊക്കെ എത്ര തെറ്റുകളാണ് നിരന്തരം ചെയ്തു പോകുന്നത്. കണ്ണുകൊണ്ട് കാതുകൊണ്ട് കേൾക്കുന്നതും പറയുന്നതും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമെല്ലാം തെറ്റിലൂടെയായി പോകുന്നു. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. നോമ്പ് നോറ്റിട്ട് പോലും മറ്റൊരുത്തന്റെ പച്ചമാംസം തിന്നാനാണ് പല ആളുകളും കൂടി കൊതിക്കുന്നത്. അവർക്ക് നോമ്പില്ല എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവൻ വെറുതെ പട്ടിണി കിടക്കുകയാണ്, മറ്റൊരുത്തരെ കുറ്റം പറയുന്നത്. അങ്ങനെ തുടങ്ങി എത്രയെത്ര തെറ്റുകളാണ് നാം നിരന്തരം ചെയ്തു പോകുന്നത്. 70 100 എത്ര പ്രാവശ്യം അല്ലാഹുവിനോട് പശ്ചാത്തപിക്കേണ്ടതുണ്ട് ഞാനും നിങ്ങളും. ദിവസവും 100 തവണയെങ്കിലും മുസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞ് കിടന്നുറങ്ങണം. കാരണം നമ്മൾ ജീവിക്കുന്നത്, നമ്മുടെ സാഹചര്യം തെറ്റിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അല്ലാഹുവിനോട് പാപമോചനം തേടേണ്ട ദിനരാത്രങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത്. وتوبوا إلى الله يا أيها الذين آمنوا توبوا إلى الله توبة نصوحا. വെറുതെ അങ്ങ് അല്ലാഹ് എനിക്ക് പൊറുക്കാൻ എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമായില്ല. വിശുദ്ധ ഖുർആൻ പറയുന്നത് തൗബത്തൻ നസൂഹാ, നെടും ഖേദത്തോടുകൂടി
ആത്മാർത്ഥമായ തൗബയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത്. തൗബ ചെയ്യുന്നവൻ അത്തായിബു മിനൽ ദംബി കമല്ലാ ദംബല സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, പാപത്തെ തൊട്ട് പശ്ചാത്തപിക്കുന്നവൻ പാപം ചെയ്യാത്തവനെ പോലെയാണ് എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹ്. ഒരാൾ ഒരു തെറ്റ് ചെയ്യുമ്പോഴേക്കും അവനെ മാറ്റി നിർത്താതെ, അവനെ ഒഴിവാക്കാതെ, കുറ്റപ്പെടുത്താതെ, നിസാരപ്പെടുത്താതെ അവനെ നാം ചേർത്ത് നിർത്തണം. കാരണം അവൻ ആ തെറ്റിന്റെ പേരിൽ തൗബ ചെയ്ത് അല്ലാഹു ആ തൗബ ചെയ്ത് സ്വീകരിച്ചു കഴിഞ്ഞാൽ അവൻ അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യവാനാണ്. അല്ലാഹുവിന്റെ അടുക്കൽ അവൻ തെറ്റ് ചെയ്യാത്തവനെ പോലെയാണ്. അതുകൊണ്ട് ചെറിയ ചെറിയ തെറ്റുകൾ ആരിൽ നിന്നെങ്കിലും കാണുമ്പോഴൊക്കെ അവനെ നാം കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത്, അവനെ മാറ്റി നിർത്തുകയല്ല വേണ്ടത്. കാരണം അവൻ തൗബ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ അടുക്കൽ അവൻ സ്വീകാര്യവാനാണ്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതം തെറ്റിൽ നിന്ന് പാടെ മുക്തമായിരിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഫത്തൗബു മിഫ്താഹുൽ ലികുല്ലി താഅതി വഅസാസു കുല്ലി ഖൈരി അജ്മാഅശ്മലാ. തൗബ എന്നുള്ളത് എല്ലാ വിജയത്തിന്റെയും, ഐഹികവും പാരത്രികവുമായ എല്ലാ വിജയത്തിന്റെയും, എല്ലാ ആരാധനയുടെയും താക്കോലാണ് എന്ന് അഖില ഗുണങ്ങളുടെയും എല്ലാ ഗുണങ്ങളുടെയും അടിത്തറയാണ് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്. നിങ്ങൾ എങ്ങനെയാണ് അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നത്? നിങ്ങൾ എങ്ങനെയാണ് അല്ലാഹുവിനോട് തൗബ ചെയ്യുന്നത്? വെറുമൊരു അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞതുകൊണ്ടോ നാവുകൊണ്ട് പറഞ്ഞതുകൊണ്ടോ കാര്യമില്ല. തൗബ ചെയ്യുമ്പോൾ അതിന്റെ നിബന്ധനകളെല്ലാം, അതിന്റെ ഷറത്തുകളെല്ലാം പാലിക്കണം. മഹാനായ മഹദൂന്തങ്ങൾ പൊന്നാനി എന്ന ബന്ദറിൽ വന്ന് ജഹിലെന്ന കാട് വെട്ടി അമലെന്ന മരം മുളപ്പി ചിൽമെന്ന വിത്തെടുത്ത മഹാനായ ശൈഖ് സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലാഹ് അവിടുന്ന് വ്യക്തമായി വരച്ചു കാണിച്ചു തരികയാണ് തൗബയുടെ നിബന്ധനകൾ. ചെയ്തുപോയ തെറ്റിനെ ഓർത്ത് നെടും ഖേദത്തോടുകൂടി നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്യുക, കരയുക, നിങ്ങൾ കരയുക. പരാജിതരുടെ ലക്ഷണങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ കാണാം, പരാജയപ്പെട്ടവന്റെ 4 ലക്ഷണമാണ് തൂലുല്ലമൽ, അത്യാഗ്രഹം, സമ്പത്തിനോട് മറ്റെല്ലാത്തിനോടും ആക്രാന്ത് കാണിക്കുക. അത് പരാജയപ്പെട്ടവന്റെ അടയാളമാണ്. മറ്റൊന്ന് ജുമൂദുൽ ഐനി, അതേ ഒലിക്കാത്ത കണ്ണുകളാണ്, പരന്ന കണ്ണുകളാണ്, അല്ലാഹുവിനെ ഓർത്ത് കരയാത്ത കണ്ണുകളാണ്. മറ്റൊന്ന് ഖസ്വത്തുൽ ഖൽബ്, ഹൃദയം കാഠിന്യമായി പോയവനാണ്, ഹൃദയം കറയാക്കിയവനാണ്, കാഠിന്യത്തിന്റെ ഹൃദയമുള്ളവനാണ്. ഒരാളോടും മിണ്ടൂല, ഒരാളോടും ചിരിക്കില്ല, സലാം പോലും പറയുകയില്ല. അത്തരത്തിൽ അഹങ്കാരിയായി നടക്കുന്ന കാഠിന്യത്തിന്റെ ഹൃദയമുള്ളവൻ, ആ ഹൃദയത്തിലേക്ക് ഒരു നന്മയും കയറുകയില്ല, ഒരു ഉപദേശവും സ്വീകരിക്കാൻ ആ ഹൃദയത്തിന് കഴിയുകയില്ല. വിശുദ്ധ ഖുർആൻ വളരെ ഗൗരവത്തോടുകൂടി പറയുന്നു, കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. അവർ ചെയ്തത് അവരുടെ ഹൃദയത്തെ കറയുള്ളതാക്കിയിരിക്കുന്നു, അവരുടെ ഹൃദയത്തെ കറുത്തനാക്കിയിരിക്കുന്നു. ഇന്നൽ അബ്ദ ദംബൻ, അതാ ഒരു അടിമ തെറ്റ് ചെയ്താൽ ആ തെറ്റ് അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളിയായി മാറുകയാണ്. അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളിയായി മാറുകയാണ്. വീണ്ടും അവൻ തെറ്റുകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോ വീണ്ടും അവന്റെ ഹൃദയം കറുത്തു പോവുകയാണ്. അങ്ങനെ ഹൃദയം കറുത്ത കറയുള്ള ഹൃദയമായി മാറുകയാണ്. ആ ഹൃദയത്തിലേക്ക് ഒന്നും പറഞ്ഞാൽ കയറുകയില്ല. ഒരു നന്മയും ചെയ്യാൻ അവർക്ക് ആനന്ദമുണ്ടാവില്ല, സന്തോഷമുണ്ടാവില്ല. ഒരു സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അവർക്ക് തോന്നുകയില്ല. കാരണം അവന്റെ ഹൃദയം കഠിനമുള്ളതായി കറയുള്ളതായിരിക്കുന്നു.
എന്റെ പരിഹാരമുണ്ടോ? എന്റെ പരിഹാരം, ആ ഹൃദയത്തെ ആ കറയങ്ങ് നീക്കാനുള്ള പരിഹാരം അത് തൗബയാണ്. അല്ലാഹുവിനോട് തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് കരയലാണ്. ഞാൻ സാന്ദർഭികമായി ഉണർത്തിയെന്ന് മാത്രം. പരാജിതരുടെ 4 അടയാളങ്ങൾ: ഒന്ന് അത്യാഗ്രഹം, മറ്റൊന്ന് കരയാത്ത റബ്ബിനെ ഓർത്ത് കരയാത്ത കണ്ണുകളാണ്, മറ്റൊന്ന് കാഠിന്യമുള്ള ഹൃദയമുള്ളവരാണ്, അതേ മറ്റൊന്ന് ബുഖ്ലാണ്, പിശുക്കാണ്. പിശുക്കുക എന്നുള്ളത്, കൊടുക്കുന്നതിൽ പിശുക്ക് കാണിക്കുക എന്നുള്ളത് അത് പരാജയപ്പെട്ടവന്റെ അടയാളമാണെന്ന് മുഹമ്മദ് ഇബ്നു വാസിഅ് റഹിമഹുല്ലാഹ് ഇവിടുന്ന് രേഖപ്പെടുത്തുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പറഞ്ഞുകൊണ്ട് വന്നത് തൗബ ചെയ്ത് മടങ്ങേണ്ട മാസം, നെടുങ്കേരത്തോടുകൂടി തൗബ ചെയ്യണം. ഇനി ആ തെറ്റ് ആവർത്തിക്കുകയില്ല എന്ന് നിശ്ചയം ചെയ്യണം. ഇനി ഒരിക്കലും ആ തെറ്റിലേക്ക് ഞാൻ പോവുകയില്ല എന്ന് ഉറപ്പിക്കണം. എന്ത് തെറ്റാണോ നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പലിശയാണോ നീ തിന്നുന്നത്? അതല്ല മറ്റു ഹറാമായ കാര്യങ്ങളിലാണോ നീ ഏർപ്പെടുന്നത്? അതിൽ നിന്നെല്ലാം മാറി നിൽക്കണം. അവസാനമായ നിബന്ധന പറയുന്നത് മനുഷ്യരുമായി വല്ല ബാധ്യതകളുണ്ടെങ്കിൽ, കടബാധ്യതകളുണ്ടെങ്കിൽ അതെല്ലാം നീ കൊടുത്തു തീർക്കണം. മനസ്സാ വാചാ കർമ്മണോ എന്തെങ്കിലും പറഞ്ഞ് നീ അവനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം അവന് നേരിൽ കണ്ടവനെ നേരിൽ കണ്ട് പൊരുത്തപ്പെടിച്ചതിന് ശേഷം നീ തൗബ ചെയ്ത് മടങ്ങൂ. അല്ലാഹു തൗബ സ്വീകരിക്കുന്നവനാ, അങ്ങേയറ്റം കാരുണ്യമുള്ളവനാണ്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, തൗബയുടെ മാസമാണ് ഈ റമദാൻ മാസം. അതിന്റെ ദിനരാത്രങ്ങളാണ് നാളത്തെ പകലിന്റെ സൂര്യൻ അസ്തമിക്കലോടുകൂടി നമ്മിലേക്ക് കടന്നു വരുന്നത്. അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ നിരന്തരം നാം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ ദിനരാത്രങ്ങൾ നമ്മുടെ തെറ്റുകളെല്ലാം അല്ലാഹുവിലേക്ക് ഏറ്റുപറഞ്ഞുകൊണ്ട് പരിശുദ്ധ റമദാൻ കൊണ്ട് വിജയിക്കുന്നവരിൽ നമുക്ക് ഉൾപ്പെടാൻ സാധിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരുപാട് റമദാനെ സ്വീകരിക്കുവാനും ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും തറാവീഹ് മുടങ്ങാതെ നിസ്കരിക്കുവാനും ഖുർആൻ പാരായണം അധികരിപ്പിക്കുവാനും നോമ്പ് അതിൻ്റെതായ രീതിയിൽ പിടിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പല ആളുകളും ആദ്യത്തിലുണ്ടായ ഉത്സാഹം ഇപ്പോൾ കാണുന്നില്ല. തുടക്കത്തിൽ പള്ളി ഫുള്ളായിരുന്നു, പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും 2 സഫായി 3 സഫായി ചുരുങ്ങുകയാണ്. 8 റക്അത്താകുമ്പോഴേക്കും മുട്ട് കടയുകയാണ്, എണീറ്റ് പോവുകയാണ്. 8 മതി എന്ന് പറഞ്ഞ് എണീറ്റ് പോവുകയാണ്. മുട്ടുവേദനയാവും. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. പ്രിയമുള്ള മുമ്പിൽ അലസത പാടില്ല, മടി പാടില്ല. തറാവീഹ് മുടങ്ങാതെ നിസ്കരിക്കണം. റമദാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് നോമ്പ്. പകലിലെ രാത്രിയിലെ പ്രധാനപ്പെട്ട കർമ്മമാണ് തറാവീഹ്. ആ തറാവീഹ് 20 റക്അത്ത് നിസ്കരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ നോമ്പുകാരനാണ്. സംഭവം സുന്നത്താണെങ്കിലും വലിയ പ്രതിഫലമല്ലേ അല്ലാഹു തരുന്നത്. ഇത് ഈ മാസത്തിലല്ലേ നാം ഉപയോഗപ്പെടുത്തേണ്ടത്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീകളെ, ഇനിയുള്ള ദിവസങ്ങളെ കഴിഞ്ഞു. ഇനിയുള്ള ദിവസങ്ങളെ വേണ്ടതുപോലെ ശരിക്കും ഉപയോഗപ്പെടുത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹ്, നമ്മുടെ പള്ളിയിൽ വളരെ വിപുലമായി തന്നെ നോമ്പ് തുറ നടക്കുന്നുണ്ട്. ഒരുപാട് പേരിലേക്ക് സഹായിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട യൂസഫ് അലി സാഹിബ് ഒരു ഗ്രൂപ്പാണ്. എല്ലാവർക്കുമുള്ള 150ഓളം ആളുകളാണ് ഇവിടെ നോമ്പ് തുറക്കുന്നത്. അവർക്കുള്ള എല്ലാ ഭക്ഷണവും ഇവിടെ റെഡിയാണ്. അദ്ദേഹമാണ് ഒരുക്കിയിട്ടുള്ളത്. അല്ലാഹുവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ. അവരുടെ ജോലിയിലും കുടുംബത്തിലും എല്ലാം അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. അതൊരുക്കാൻ വേണ്ടി ഒരുപാട് ചെറുപ്പക്കാര് അതൊരുക്കുന്ന സമയത്ത് കഷ്ടപ്പെടുന്നുണ്ട്. അല്ലാഹുവിന്റെ കൂലി ഉദ്ദേശിച്ചുകൊണ്ടാണ്. അല്ലാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ. അവരുടെ ജീവിതത്തിൽ, ജോലികളിൽ, പഠനങ്ങളിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. പല ആളുകളും ദുആ പറഞ്ഞിട്ടുണ്ട്. സമയമില്ല, ഇൻഷാ അല്ലാഹ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും വേണ്ടി നാം ദുആ ചെയ്യും. അതുപോലെ തന്നെ ഒരു സഹോദരി ലെൻസിന്റെ പ്രോബ്ലമായിട്ട് വെന്റിലേറ്ററിലായിരുന്നു. അല്പസമയം മുമ്പ് മരണപ്പെട്ടു പോയി. ചെറുപ്പക്കാരിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ.
അള്ളാഹു അത്തരം അസുഖങ്ങളെ തൊട്ട് നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ആ സഹോദരിയുടെ പരലോക ജീവിതം ഈ മാസത്തിന്റെ നല്ലൊരു ദിവസം കിട്ടി. ഈ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു വിജയത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. അതുപോലെ തന്നെ ഒരു സഹോദരി ട്യൂമർ ബാധിച്ച് അതിന്റെ സർജറിയാണ് നടക്കാൻ പോകുന്നത്, ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കുഴപ്പവുമില്ലാതെ എത്രയും പെട്ടെന്ന് അമാരകമായ അസുഖങ്ങളിൽ നിന്ന് അള്ളാഹു ആ സഹോദരിയെ രക്ഷിക്കുമാറാവട്ടെ. ഒരു പ്രശ്നവുമില്ലാതെ കുടുംബത്തോടൊപ്പം സന്തോഷകരമായി ജീവിക്കുവാൻ ആ സഹോദരിക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ പല ആളുകളും ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈത്തപ്പഴം തന്നവർ, ഫ്രൂട്ട്സ് നൽകുന്നവർ, ചായ നൽകുന്നവർ, അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ. ആർക്കെങ്കിലും ഫ്രൂട്ട്സിലേക്ക് ആർക്കെങ്കിലും സംഭാവന തരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അറിയിക്കണമെന്ന് അറിയിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂലാക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.